ഒരല്പസമയം കൂടി തുടരുക. കോൺഗ്രസ് നേതാവ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല കൂടി നമുക്കൊപ്പം. മാല ഊരി മടങ്ങിയത് കപട ഭക്തരാണ്. ശബരിമലയിൽ ഉണ്ടായത് വലിയ രീതിയിലുള്ള വ്യാജ പ്രചാരണമാണ്. അതിൽ ഒരു പൊളിറ്റിക്കൽ അജണ്ടയുണ്ട്. അത് സർക്കാരിനെതിരെ പ്രവർത്തിക്കുന്നതാണ് എന്നാണ് ദേവസ്വം മന്ത്രിയുടെ വിശദീകരണങ്ങളും ന്യായീകരണങ്ങളും. എല്ലാ മന്ത്രിമാരും ഇപ്പോ ഇത്തരത്തിൽ അവരുടെ വീഴ്ചകൾ മറച്ചുവെക്കാൻ വേണ്ടി മറുഭാഗത്ത് നിൽക്കുന്നവരുടെ മേളിൽ പഴിചാരുന്നത് സ്വാഭാവികമായും ഇപ്പോൾ പുതിയൊരു പ്രവണതയായി കണ്ടുവരികയാണ്. ഇവിടെ ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് നടത്തുക വഴി മന്ത്രി യഥാർത്ഥ വിശ്വാസികളെ അപമാനിക്കുകയാണ്, ശബരിമലയുടെ വിശ്വാസത്തെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. നോക്കൂ, ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിലുള്ള കേരളത്തിന് പുറത്തുള്ള കേരളം ഒഴികെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ ഭക്തർ കേരളത്തിലേക്ക് ശബരിമലയിലേക്ക് വരുമ്പോൾ അവർ വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് അവർക്ക് നോക്കൂ, ഇപ്പൊ വിഷയം ഉണ്ടായപ്പോൾ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരെ ആണ് കൂടുതലും മടങ്ങിപ്പോയത്. അവർ മടങ്ങിപ്പോയത് സാങ്കേതികമായി അവരുടെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് പന്തളം പോലെയുള്ള ക്ഷേത്രങ്ങളിൽ പോയി അവരുടെ ആചാരങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷമാണ് മടങ്ങിപ്പോയത്. അങ്ങനെ മടങ്ങിപ്പോകുന്നത് തങ്ങൾ എന്താണോ പ്രതീക്ഷിച്ചത് അത് ഒരു കാരണവശാലും നടപ്പിലാക്കാൻ കഴിയില്ല. തങ്ങൾക്ക് കൃത്യമായി ശബരിമലയിലെത്തി കൃത്യമായി ദർശനം നടത്തുവാൻ കഴിയുന്നില്ല. അത് അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വീഴ്ചയാണ് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ. എന്നാൽ തങ്ങളുടെ വിശ്വാസം അത് പാലിക്കപ്പെടണം എന്നുള്ളത് കൊണ്ട് തന്നെ ആ ചടങ്ങുകളെല്ലാം പൂർത്തീകരിച്ച് ഭക്തിയാദരപൂർവ്വമാണ് അവർ മടങ്ങിയിട്ടുള്ളത്. പക്ഷെ അവർക്ക് അയ്യപ്പനെ കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു വലിയ വീഴ്ചയായി അവരുടെ മനസ്സിലിങ്ങനെ നിലനിൽക്കുകയാണ്. അവർക്ക് ഭക്തരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അവർക്ക് ഉൾക്കൊള്ളുന്നതിന് അപ്പുറത്തേക്കുള്ള ഒരു ബുദ്ധിമുട്ടും വേദനയുമാണ് അവർക്ക് ഉണ്ടാക്കുന്നത്. ആ ഭക്തരെ സംബന്ധിച്ച് അവർ കപട വിശ്വാസികളാണെന്നും അവർ സർക്കാരിനെ അട്ടിമറിക്കാൻ വരുന്നവരാണ് എന്നും പറയുന്നവർ അവരുടെ മനോനിലയെ സംബന്ധിച്ച് കൃത്യമായി പറഞ്ഞാൽ അവരുടെ മനോനിലയെ സംബന്ധിച്ച് പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇത്തരത്തിൽ വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന നിലയിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി മാത്രം ഭക്തരെ അപമാനിക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് നടത്തുന്ന മന്ത്രിമാർ കേരളത്തിന് ഭൂഷണമല്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇവരുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ ശബരിമല വിഷയത്തിൽ ഉൾപ്പെടെ കണ്ടതാണ്. സുപ്രീം കോടതി വിധി ഉണ്ടായപ്പോൾ നമ്മൾ കാണുന്നതാണ്. ഇടതുപക്ഷത്തിന്റെ ആറ്റിറ്റ്യൂഡ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട അക്രമ സമരങ്ങളിൽ കേസ് പിൻവലിക്കാമെന്ന് ഇതുവരെ പിൻവലിച്ചിട്ടില്ല. അപ്പോ ശബരിമലയോടും അതിന്റെ വിശ്വാസികളോടും എന്നും പകയോടി പെരുമാറുന്നത് സർക്കാരും ഭരണനേതൃത്വവുമാണ് എന്ന കാര്യത്തിൽ തർക്കവും വേണം. പക്ഷേ ചില പൊളിറ്റിക്കൽ അജണ്ട ഇതിനകത്തുണ്ടോ എന്നുള്ള കാര്യമുണ്ടെങ്കിൽ അത് പരിശോധിക്കണമെന്ന് പി സി വിഷ്ണുനാഥ് എം എൽ എ അടക്കം സഭയിൽ പറയുന്നുണ്ടല്ലോ. ചില തരത്തിലുള്ള വീഡിയോകൾ വരുന്നു, ശബരിമലയെ തകർക്കാനുള്ള വ്യാജ പ്രചാരണം എല്ലാം നടക്കുന്നു എന്നാണ് സർക്കാർ പറയുന്നത്, സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അജണ്ട ഉണ്ടെങ്കിൽ അത് പരിശോധിക്കട്ടെ എന്ന് കോൺഗ്രസ് തന്നെ സഭയിൽ പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. അങ്ങനെ ഒരു തരത്തിലും വ്യാജ പ്രചാരണം ഉണ്ടായിട്ടില്ല എന്നുകൂടിയാണ് കോൺഗ്രസ് പറയുന്നത്. ആണോ? ഞാൻ ഇത്രയും നേരം പറഞ്ഞത് ശബരിമലയിൽ വന്ന് ദർശനം നടത്താതെ മടങ്ങിപ്പോയ വിശ്വാസികളെ സംബന്ധിച്ചാണ്. അതിനപ്പുറത്ത് സൈബർ ഇടങ്ങളിൽ നടക്കുന്ന ഇത്തരത്തിൽ കുപ്രചരണങ്ങൾ, അത് എല്ലാ മേഖലയെ സംബന്ധിച്ച് കുപ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അത് സമയബന്ധിതമായി കണ്ടെത്തി അതിലാരെങ്കിലും വ്യാജ പ്രചാരണം നടത്തുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കണം. എന്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പരിപൂർണമായും ശബരിമലയിലെത്തി ദർശനം നടത്താതെ മടങ്ങേണ്ടി വന്ന ഭക്തരുടെ വികാരത്തെ സംബന്ധിച്ചുള്ളതാണ്. അതിന്റെ അത്ര ലാഘവത്തോടുകൂടി നിയമസഭയിൽ പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല.